2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് BJP മുമ്പോട്ട് പോകുന്നത്. അതിനു മുന്നേ നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ BJP തങ്ങളുടെ കരുത്തറിയിക്കാനായിട്ടുള്ള ശ്രമമാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അമിത്ഷാ ഈ മാസം വീണ്ടും എത്തുന്നു. ഏറ്റവും അവസാനം ജൂലൈ 12 വന്നു. ഇനിയിപ്പോൾ ഉടനെ എത്തുന്ന അദ്ദേഹം ഇവിടെ നടക്കുന്ന യോഗത്തിൽ 100 ദിവസത്തെ പ്രവർത്തന പരിപാടികളാണ് പ്ലാൻ ചെയ്യുക. അതിനോടൊപ്പം തന്നെ അണിയറയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ നടക്കും. അതിനേക്കാൾ മുന്നേ നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP അടിത്തറ പാകും. ആ അവസരത്തിൽ അണിയറയിലെ നിയമസഭയിലേക്ക് വേണ്ട ഒരുക്കങ്ങളും ഏതാണ്ട് പ്രധാനപ്പെട്ട ഇടങ്ങളിൽ വിജയം ഉറപ്പാക്കുന്ന മണ്ഡലങ്ങളിൽ സാധ്യതാ പട്ടിക ഏതാണ്ട് അന്തിമ രൂപം കൊള്ളുകയാണിപ്പോൾ. സാധ്യതാ പട്ടിക ഇപ്പോൾ പുറത്തു വരുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇപ്പോൾ BJPക്ക് 2016 കൈനീട്ടമായിട്ട് കിട്ടിയ നേമമണ്ഡലം, അതായത് BJPയുടെ ഗുജറാത്ത് എന്ന് കുമ്മനം തന്നെ വിശേഷിപ്പിച്ചിട്ടുള്ള നേമം മണ്ഡലം 2016 രാജഗോപാൽ വിജയിച്ചു. 2021 കുമ്മനം അവിടെ പരാജയപ്പെടുകയാണ് ചെയ്തത്. ശക്തമായ ത്രികോണ മത്സരത്തിൽ ശിവൻകുട്ടി വിജയിക്കുന്നു. ഇവിടെ 26 കുമ്മനം അവിടെ മത്സരിക്കാൻ സാധ്യതയില്ല. കുമ്മനം രാജശേഖരനെ ആറന്മുള മണ്ഡലത്തിലായിരിക്കും വിടുക. പത്തനംതിട്ട ജില്ലയിലെ ഇപ്പോൾ വീണ ജോർജിന്റെ മണ്ഡലമായ ആറന്മുളയിലായിരിക്കും കുമ്മനം രാജശേഖരൻ മത്സരിക്കുക എങ്കിൽ നേമമാണ് BJPയെ സംബന്ധിച്ചിടത്തോളം അഭിമാനമായിട്ടുള്ള മണ്ഡലം. അത് തിരിച്ചു പിടിക്കുന്നതിനായിട്ട് തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിച്ച രാജീവ് ചന്ദ്രശേഖർ തന്നെ നേരിട്ടിറങ്ങും എന്ന് ഉറപ്പായിരിക്കുകയാണ്. രാജീവ് ചന്ദ്രശേഖറിലൂടെ നിയമം തിരിച്ചു കൊണ്ടുവരും എന്നുള്ള ഒരു ദൃഢതയോടുകൂടിയാണ് പാർട്ടി മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് വിജയസാധ്യത ഉറപ്പുള്ള മറ്റൊരു മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. ഇവിടെ പത്മജ വേണുഗോപാലിന്റെ പേര് പറയുന്നുണ്ട്. പത്മജ മത്സരിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കെ മുരളീധരൻ, അതായത് കെ മുരളീധരൻ വന്നു കഴിഞ്ഞാൽ പത്മജ വേണുഗോപാലിനെ അവിടെ ഇറക്കും എന്നുള്ളതാണ് BJP നേതൃത്വത്തിന്റെ തീരുമാനം. ഇതല്ല, കെ മുരളീധരൻ വരുന്നില്ല എന്നുണ്ടെങ്കിൽ പത്മജയെ തൃശ്ശൂരിൽ മത്സരിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ വട്ടിയൂർക്കാവിൽ ചലച്ചിത്ര നടൻ കൃഷ്ണകുമാർ ആയിരിക്കും മത്സരിക്കുക. അപ്പോൾ കെ മുരളീധരൻ വട്ടിയൂർക്കാവിൽ വരികയാണെന്നുണ്ടെങ്കിൽ പത്മജ ഇവിടെ മത്സരിക്കും. അപ്പോൾ മത്സരം വേറൊരു തലത്തിലേക്ക് തന്നെ മാറുകയും ചെയ്യും. ഇനിയിപ്പോൾ BJPക്ക് മറ്റൊരു ശക്തി കേന്ദ്രമായിട്ടുള്ള 2016 മുരളീധരൻ മത്സരിച്ചു, 2021 ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച മണ്ഡലമാണ് കഴക്കൂട്ടം. ഈ കഴക്കൂട്ടം മണ്ഡലത്തില് 2026 മുരളീധരന് അവിടെ താഴെ തട്ടിൽ തന്നെ പ്രവർത്തനം ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. മുരളീധരൻ മത്സരിക്കുമെന്നാണ് അറിയുന്നത്. ഇനിയും മുരളീധരൻ മത്സരിക്കുന്നില്ലെങ്കിൽ മുരളീധരന്റെ അടുത്ത അനുയായിയായി നിൽക്കുന്ന അഡ്വക്കേറ്റ് സുരേഷിന് കഴക്കൂട്ടം മണ്ഡലം നൽകും. അല്ലെങ്കിൽ സുരേഷിനെ ഒരുപക്ഷെ കോവളത്ത് നിർത്താനുള്ള സാധ്യതയും ഉണ്ട്. തിരുവനന്തപുരം സെൻട്രലിലെ VV രാജേഷ് ആയിരിക്കും മത്സരിക്കുക. തിരുവനന്തപുരം സെൻട്രലിലും അതിശക്തമായ ത്രികോണ മത്സരം നടക്കും. ഇപ്പോൾ അത് ജനാധിപത്യ കേരള കോൺഗ്രസ് LDFനാണ് ഇവിടുത്തെ സിറ്റിംഗ് MLA. മുമ്പ് ശിവകുമാറിനെയാണ് കോൺഗ്രസിൽ നിന്ന് പരാജയപ്പെടുത്തി. അന്ന് 2021 കൃഷ്ണകുമാർ ആയിരുന്നു ഇവിടെ BJPയുടെ സ്ഥാനാർത്ഥി. അപ്പോൾ തിരുവനന്തപുരം സെൻട്രലിൽ VV രാജേഷും അതുപോലെ തന്നെ കാട്ടാക്കടയിൽ PK കൃഷ്ണദാസ് തന്നെയാണ്. ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ വരുന്ന കാട്ടാക്കട നിയമസഭാ മണ്ഡലം അന്ന് 24 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP 1ാം സ്ഥാനത്താണ് എത്തിയിരിക്കുന്നത്.
ഇനി BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ഇനി ഒരേ സമയം കോന്നിയിലും മഞ്ചേശ്വരത്തും മത്സരിക്കുമോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. മിക്കവാറും സുരേന്ദ്രന് മത്സരിക്കാൻ സാധ്യതയുള്ളത് വർക്കലയാണ്. BJPക്ക് ഏറെ പ്രതീക്ഷയുള്ള മണ്ഡലമാണ് വർക്കല, ശിവഗിരി ഉൾപ്പെടുന്ന വർക്കല നിയോജക മണ്ഡലം. ഇപ്പോഴത്തെ ഒരു പുതിയ സാഹചര്യത്തിൽ K. സുരേന്ദ്രൻ തൃശ്ശൂരിലേക്ക് മാറാനുള്ള സാധ്യതയും പറയുന്നുണ്ട്. കാരണം തൃശ്ശൂരിലെ BJPക്ക് കിട്ടിയ പാർലമെന്റ് ഇടമാണ്. അവിടെ നിയമസഭയില് അതിശക്തമായ പോരാട്ടം നടക്കും. ഇപ്പോൾ സന്ദീപ് വാര്യര്, BJPയിൽ നിന്ന് കോൺഗ്രസിലേക്ക് പോയ സന്ദീപ് വാര്യര് സുരേന്ദ്രനെ വെല്ലുവിളിച്ചിരിക്കുകയാണ്, അവിടെ ഒന്ന് മത്സരിക്കാൻ തയ്യാറാണോ എന്നുള്ള രീതിയിൽ. അതിന് സുരേന്ദ്രൻ മറുപടിയും കൊടുത്തു, മത്സരിക്കാൻ തയ്യാറാണ്. BJPക്ക് അത്രത്തോളം ഉറപ്പുമുണ്ട് തൃശ്ശൂരില്. ഇനിയിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ കോർപ്പറേഷൻ തന്നെ പിടിക്കാനായിട്ട് BJP തയ്യാറെടുത്ത് കഴിഞ്ഞു നിൽക്കുന്ന ഇടമാണ് തൃശ്ശൂര്. തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 75,000-ന് മുകളിലാണ്. തൃശ്ശൂരിലെ ജില്ലയിൽ പുതുക്കാട് മണ്ഡലം അല്ലെങ്കിൽ ആലപ്പുഴ ജില്ലയിലെ കായംകുളം മണ്ഡലം, ഇത് രണ്ടിൽ ഏതെങ്കിലും ആയിരിക്കും ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുക. തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ വരുന്ന പുതുക്കാട് BJP 1-ാം സ്ഥാനത്ത് തന്നെ എത്തിയതാണ്. ഗുരുവായൂരിൽ മാത്രമാണ് BJP 2-ാം സ്ഥാനത്തേക്ക് പോയത്. അത് ലീഗിന്റെ അല്പം ഇടമാണ്, അവിടെ LDFന്റെ സിറ്റിംഗ് MLA ആണ്. അപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാട് അല്ലെങ്കിൽ കായംകുളം ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ വലിയ ലീഡ് നിർത്തിയ മണ്ഡലം കൂടിയാണ്. അപ്പോൾ ശോഭാ സുരേന്ദ്രൻ അവിടെ നൽകാനാണ് സാധ്യത. ചെങ്ങന്നൂരിൽ മത്സരിക്കാൻ പോകുന്നത് ഗോവ ഗവർണർ സ്ഥാനം അദ്ദേഹം കാലാവധി പൂർത്തിയാക്കി മടങ്ങിയെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് PS ശ്രീധരൻപിള്ള മത്സരിക്കും എന്നാണ് പാർട്ടിയുടെ തീരുമാനം. ശ്രീധരൻപിള്ള 2016 മത്സരിച്ചതാണ് ചെങ്ങന്നൂരിൽ. അന്ന് ചെങ്ങന്നൂരിൽ ചതുഷ്കോണ മത്സരമാണ് നടന്നത്. കാരണം ശോഭന ജോർജ് കോൺഗ്രസിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ് മത്സരിക്കാൻ ഇറങ്ങി. അവിടെ ഒരു വലിയ സ്ഥാനം ഉണ്ടായിരുന്നു ശോഭന ജോർജിന്. അങ്ങനെ ഒരു ചതുഷ്കോണ മത്സരമാണ് ആ മണ്ഡലത്തിൽ നടന്നത്. തിരുവല്ലയിൽ മത്സരിക്കാൻ പോകുന്നത് അനൂപ് ആന്റണിയാണ്. BJPയിലെ ക്രൈസ്തവ മുഖമായ അനൂപ് ആന്റണിക്ക് ഏറെ സാധ്യത ഉണ്ട്. ആ മണ്ഡലത്തിൽ വിജയസാധ്യത തന്നെ ഉറപ്പാക്കാവുന്ന ഒരു മണ്ഡലമാണ്. കാരണം ക്രൈസ്തവ മേഖലയാണ്, മർത്തോമ സഭയുടെ ആസ്ഥാനം തിരുവല്ലയാണ്. അതുപോലെ തന്നെ BJPയിലെ മറ്റൊരു ക്രൈസ്തവ മുഖമായ ഷോൺ ജോർജ് പാല മണ്ഡലത്തിൽ മത്സരിക്കുമെന്നാണ് അറിയുന്നത്. പാല മാണി സി കാപ്പനാണ് ഇപ്പോൾ അവിടുത്തെ സിറ്റിംഗ് MLA. അവിടെ ജോസ് കെ മാണി മത്സരിക്കാൻ വരും, അതല്ല കടുത്തുരുത്തിയിലേക്കാവും പോവുക എന്ന് പറയുന്നുണ്ട്. ഇനി UDFിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ തിരുവമ്പാടിയിലേക്ക് ജോസ് കെ മാണി പോകും എന്ന് പറയുന്നുണ്ട്. അത് എന്തായാലും ഉറപ്പായിട്ടില്ല. ഷോൺ ജോർജ് ഈ പാല മണ്ഡലം ചോദിച്ചു വാങ്ങുന്നതാണ്. അങ്ങനെ ചോദിച്ചു വാങ്ങുന്ന ആ മണ്ഡലത്തിന് എന്തായാലും അവിടെ എന്തെങ്കിലും കണ്ടുകൊണ്ട് തന്നെയായിരിക്കും ഷോണിന്റെ നീക്കം. കാരണം ഷോണ് ഈ ക്രൈസ്തവ സഭകളുമായിട്ടും BJPയുമായിട്ടും ഒരു വലിയ അടുപ്പം ഉണ്ടാക്കി ഇവരെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിലും ഒക്കെ വലിയ വിജയം കണ്ടിട്ടുള്ള ആളാണ്. അതുപോലെ കണ്ണൂരില് മത്സരിക്കുന്നത്, മുമ്പ് ധർമ്മടത്ത് മത്സരിച്ച CK പത്മനാഭന് കണ്ണൂരിൽ നിർത്താനാണ് പാർട്ടി തീരുമാനം. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഇടങ്ങളിലെ സാധ്യതാ പട്ടികയ്ക്കാണ് ഇപ്പോൾ BJP രൂപം നൽകിയിരിക്കുന്നത്.